ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ എവിടെ പോവാണെന്നല്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദേവിമാരെയും അമ്മേനെയും കുട്ടികളെയും ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും സാറ്റർഡേ ആയതുകൊണ്ട് അവരെയും കൊണ്ട് കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗർഭ ഡാൻസും കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇപ്പോൾ പ്ലാൻ. അപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്രീൻ ഡ്രസ്സിലായിരുന്നു ദേവി. അപ്പോൾ ഇന്നിപ്പോൾ ഗ്രേ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ദേവി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറെ ദേവീനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള ലൈറ്റ്സുകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എന്ന് പറഞ്ഞത് എഗ്വീര ദേവി എന്നാണ് പറയുന്നത്. നമ്മുടെ മഹാരാഷ്ട്രയിലെ എഗ്വീര ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ആ ദേവിയുടെ സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഈ ദേവീനെ. നല്ല ഭംഗിയാണ്, അടുത്ത് നിന്ന് കാണാൻ നേരത്ത് നല്ല ഭംഗിയാണ്. തൊട്ടടുത്ത് തന്നെ വിഠലുണ്ട്, പിന്നെ ഗണേശയുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കി വച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ പോയ സ്ഥലത്ത് ബാലാജിയുടെ ഇവിടെ ഇവരെ കൊണ്ടുപോയിട്ട് കുറച്ച് പോസിംഗ് ഒക്കെ നടക്കുകയാണ്. ഇത് ഗർഭ ഡാൻസ് നടക്കുന്ന സ്ഥലത്ത് കുട്ടികൾ പല വേഷത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്നതാണ്. ഇതിപ്പോൾ വിട്ടലും രുക്മിണിയായിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് ഒരു ചെറിയൊരു സ്ഥലമാണ് ഗർഭ ഡാൻസ് കളിക്കുന്നത്. ഇവിടെ മെയിനായിട്ടും കുട്ടികളാണ് ഇവിടെ കളിക്കുന്നത്. പിന്നെ കുട്ടികളുടെ പാരൻസും കൂടെ വന്ന് കളിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാർത്തൂട്ടി ഇവിടെ തന്നെ ആയതിൻ്റെ പേരിൽ കാർത്തൂട്ടിയുടെ കൂടെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു രസം എന്ന് പറയണത് വേറൊരു സ്ഥലത്ത് വലിയവരുടെ മാത്രമുള്ള ഗർഭ ഡാൻസ് ഉണ്ട്. അവിടെ എല്ലാവരും നല്ല നല്ല വേഷത്തിലാണ് വന്നിരിക്കുന്നത്. നാളെ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അവിടെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. എന്തായാലും ഈ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഡാൻസ് ഒന്ന് കണ്ടു നോക്ക്.